ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വ്ലോഗ്. ഇന്നൊരു അടിപൊളി അറബിക് ഡെസേർട്ടാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. ഈജിപ്തിലെ മോസ്റ്റ് പോപ്പുലർ ഡെസേർട്ടുകളിൽ ഒന്നായ അലി. ഇതൊരു ബ്രെഡ് പുഡിംഗ് ആണ്, എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനു വേണ്ടി 3 ക്രോസൻറ്റ് പീസസ് എടുത്തിട്ടുണ്ട്, കണ്ടൻസ് മിൽക്ക്, പിന്നെ നട്ട്സ്, ബദാം, പിസ്ത, കാഷ്യൂ, പിന്നെ ഡ്രൈ കോക്കനട്ട്സ്, 2 കപ്പ് മിൽക്ക്. ഇനി നമുക്ക് ക്രോസൻറ്റിനെ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചെടുക്കാം. ഇതുപോലെ ലെയർ ചെയ്ത് വെച്ചെടുക്കണം. ആദ്യം ബ്രെഡ്, പിന്നെ നട്ട്സ്, ഇതുപോലെ 2 ലെയറാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 2 കപ്പ് മിൽക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് സിനമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മിൽക്ക് മേഡും 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പിഞ്ച് സാൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ക്രോസൻറ്റിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ബ്രെഡിന് മുകളിൽ കുറച്ച് നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടോടുകൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ബ്രെഡിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് നട്ട്സൊക്കെ ഇതിന് മുകളിൽ വിതറി കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ്സ് ഇതൊന്ന് റെസ്റ്റിന് വെക്കണം. നെക്സ്റ്റ് നമുക്ക് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ കോക്കനട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടോടുകൂടിയും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും സെർവ് ചെയ്യാവുന്നതാണ്. പുഡിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് 150 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഒരു ഓവനിലേക്ക് ഒരു 20 മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ചൂടോടു കൂടി കഴിക്കാം, അല്ലെങ്കിൽ തണുപ്പിച്ചും കഴിക്കാം. ഇതൊരു ഡെലീഷ്യസ് ആയ അറബിക് ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.